പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്ന ദിലീപിനെ മഞ്ജു വാര്യർ കൊടുത്ത ഈ ഒരു ഷേക്ക് ഹാൻഡ് ഒരു പെർഫെക്റ്റ് റിവഞ്ച് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മഞ്ജു വാര്യരുടെ ജീവിതം ഒരു മാഫിയ തടവിലാണ് എന്നാണ്. ഇതേക്കുറിച്ച് പുറത്തു പറഞ്ഞതിനാണ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായിട്ടുള്ളത്. ഇതിലൊരു വലിയ അപകടം കൂടിയുണ്ട്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അന്ന് ആ പ്രോഗ്രാമിൽ അവിടെ ഉണ്ടായിരുന്ന മഞ്ജു വാര്യർക്ക് വിശ്വസ്തരായ ഒരുപാട് ആളുകൾ പോയതിനു ശേഷം മഞ്ജു വാര്യർ മാത്രവും ദിലീപും അയാളുടെ കൂടെയുള്ള സംഘങ്ങളും ചേർന്നിട്ടുള്ള ഒരു നാടകമാണ്. മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ട്, ഇയാളുടെ ഉദ്ദേശം എന്താണ്, ഇയാളെ ആരെങ്കിലും വിലക്കെടുത്തിരിക്കുകയാണോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകും. നമ്മൾ മലയാളി പ്രേക്ഷകർ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ ലോകത്ത് അരങ്ങേറിയിരിക്കുന്നത്. എന്തിനും ഏതിനും വാർത്തകൾ സൃഷ്ടിക്കുന്ന മലയാള സിനിമാ വ്യവസായത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ നടൻ ദിലീപും മഞ്ജു വാര്യറും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ചയാണ്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ കൊച്ചിയിലുള്ള പുതിയ തിയേറ്റർ ഉദ്ഘാടന വേദിയിലാണ് തികച്ചും അപ്രതീക്ഷിതമായും നാടകീയവുമായ ആ ഒരു രംഗങ്ങൾ അരങ്ങേറിയത്. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ ഒട്ടനവധി പ്രമുഖർ പങ്കെടുത്ത ആ ഒരു വേദിയിലേക്ക് ദിലീപ് കടന്നു വരുമ്പോൾ മഞ്ജു വാര്യർ എണീറ്റ് നിൽക്കുകയും അവർ പരസ്പരം കൈകൊടുക്കുകയും ചെയ്തു. അത് ക്യാമറ കണ്ണുകൾ പതിയുകയും ചെയ്തു. ആ ഒരു ചെറിയൊരു ഫുട്ടേജ് നിമിഷ നേരം കൊണ്ട് കാട്ടുതീ പോലെയാണ് സോഷ്യൽ മീഡിയയിൽ പടർന്നത്. ഇത് സത്യം തന്നെയാണോ, എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന നിരവധി സംശയങ്ങൾ ആരാധകർ ഉന്നയിച്ചു. ഒരു കാലത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ജോഡികൾ പിന്നീട് ജീവിതത്തിൽ വഴിപിരിയുമ്പോൾ അത് കേരളം കണ്ട ഏറ്റവും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം അവർ ഒരേ വേദിയിൽ മുഖാമുഖം വന്നത് ചരിത്രപരമായ ഒരു നിമിഷം തന്നെയാണെന്ന് പറയുന്നത്. ആ ഒരു സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകളും ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിവാദങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്ന വീഡിയോ വളരെ വിദൂരത്തിൽ നിന്ന് ഷൂട്ട് ചെയ്തതും ദിലീപ് വേദിയിലേക്ക് കടന്നു വരുന്നതും അദ്ദേഹത്തെ കണ്ട മറ്റുള്ളവരോടൊപ്പം മഞ്ജു വാര്യർ എണീറ്റ് നിൽക്കുന്നതുമാണ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്. ആ ഒരു സൗഹൃദപരമായ സമീപനം പലരെയും അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയെന്ന് തന്നെ നമുക്ക് പറയാം. രണ്ടുപേരും തമ്മിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ശത്രുതയൊന്നും ഇല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ പലരും ഉന്നയിക്കുന്നത്. ദിലീപിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള നിമിഷം ഇതാണെന്നാണ് പലരും വിലയിരുത്തുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു വസ്തുതയൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരസ്യമായ ഒരു വേദിയിൽ വെച്ച് കാണുമ്പോൾ കാണിക്കുന്ന ഒരു മിനിമം മര്യാദ അല്ലെങ്കിൽ ഒരു പക്വത മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞതെന്നാണ്. മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാലക്രമേണ അവർ തന്നെ പറഞ്ഞു തീർക്കാനുള്ളതല്ലേ, അതല്ലേ അതിൻ്റെ ഏറ്റവും വലിയ നന്മ. ആ ഒരു ഹാൻഡ് ഷേക്കിലൂടെ മഞ്ജു വാര്യർ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. മുൻകാലങ്ങളിലെ കറ്റ്പേറിയ അനുഭവങ്ങളെല്ലാം മറന്ന് എല്ലാം ക്ഷമിക്കാൻ താൻ തയ്യാറാണെന്ന നിലപാടാണോ അവർ ഇതിലൂടെ വ്യക്തമാക്കുന്നത്? ഒരുപക്ഷെ ആരും അറിയാത്ത യാഥാർത്ഥ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകാം. എന്നിരുന്നാൽ പോലും ഈ ഒരു ഷേക്കിൻ്റെ മലയാളികൾക്ക് നൽകിയ ഷോക്ക് അത്ര ചെറുതൊന്നുമല്ല. ജീവിതകാലം മുഴുവൻ ഇവർ മിണ്ടാതെയും പിണങ്ങിയും ഇരിക്കുമെന്ന് നിർബന്ധം പിടിക്കാൻ പ്രേക്ഷകർക്ക് ഏതൊരു അവകാശവുമില്ലല്ലോ. ആ ഒരു സംഭവത്തെ തികച്ചും വ്യക്തിപരമായ മറ്റൊരു കോണിലൂടെ നാം നോക്കി കാണേണ്ടതുണ്ട്. അതായത് വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ എന്ന വ്യക്തിയുടെ വളർച്ച തികച്ചും അസൂയ ഉളവാക്കുന്നതായിരുന്നു. ദിലീപിന്റെ ഭാര്യയായിരുന്ന കാലത്ത് സിനിമയിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നിരുന്ന മഞ്ജു പിന്നീട് വളരെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് നടത്തിയത്. ഒരുപക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഒരു തിരിച്ചുവരവ്. ഇന്ന് മഞ്ജു വാര്യർ വെറുമൊരു നടിയല്ല, മലയാളം കടന്ന് തമിഴിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു താരമാണ്. നിരവധി ബ്രാൻഡുകളുടെ അംബാസഡറാണ്. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ബോക്സ് ഓഫീസിൽ വിജയം കൊയ്യുന്ന നായിക തുടങ്ങി മഞ്ജുവിൻ്റെ ഗ്രാഫ് എപ്പോഴും മുകളിൽ തന്നെയാണ്. എന്നാൽ ദിലീപിൻ്റെ അവസ്ഥയോ? ഒരു കാലത്ത് ജനപ്രിയ നായകൻ എന്നറിയപ്പെട്ടിരുന്ന ദിലീപ് വിവാദങ്ങളിലും കേസുകളിലും പെട്ട തൻ്റെ ഇമേജ് തകരുന്ന അവസ്ഥയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ പലതും പരാജയങ്ങളാണ് മണക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്ന ദിലീപിനെ മഞ്ജു വാര്യർ കൊടുത്ത ഈ ഒരു ഷേക്ക് ഹാൻഡ് ഒരു പെർഫെക്റ്റ് റിവഞ്ച് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തൻ്റെ വിജയമാണ് തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മറുപടി എന്ന ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് പോലെ യാതൊരു വിധത്തിലുള്ള ഈഗോയും ഇല്ലാതെ തികഞ്ഞ പക്വതയോടെ കൂടി അവർ ഈ ഒരു സാഹചര്യത്തെ നേരിട്ടത്. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലൂടെ തന്നെ വീണ്ടും ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന ഒരാളുണ്ട്, സംവിധായകൻ സനൽകുമാർ ശശിധരൻ. നമ്മൾ ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യരുടെ ജീവിതം ഒരു മാഫിയ തടവിലാണ് എന്നാണ്. ഇതേക്കുറിച്ച് പുറത്തു പറഞ്ഞതിനാണ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായിട്ടുള്ളത്. ഈ കള്ളക്കേസ് താൻ കൊടുത്തിട്ടുള്ളതല്ല എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്നും അതിന്
തെളിവായി ഒരു ശബ്ദരേഖയുണ്ട് എന്നും ഞാൻ കാലങ്ങളായി പരാതി കൊടുക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, ഒരു തരം അന്വേഷണവും നടക്കുന്നില്ല. ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിനെ എല്ലാം അടച്ചിരുന്നത് എനിക്ക് ഭ്രാന്താണ്, ഹീസോഫ്രീനിയാണ്, ഞാൻ മയക്കുമരുന്നിന് അടിമയാണ് തുടങ്ങിയ വിദണ്ഡവാദങ്ങൾ കൊണ്ടാണ്. ഇപ്പോ ഞാൻ പറയുന്നതിലെന്തോ കാര്യമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. മഞ്ജു വാര്യർ ഏതോ ഒരു മാഫിയുടെ പിടിയിലാണെന്നും അവരെ ആരോ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വിചിത്രവാദങ്ങൾ. ദിലീപ് മഞ്ജു വാര്യർക്ക് ഷേക്കേൻഡ് നൽകിയത് ഒരു കൃത്യമായ തിരക്കഥയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് മഞ്ജു വാര്യർ ഇക്കാര്യത്തിൽ സംസാരിക്കുന്നില്ല എന്ന് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നോക്കൂ ഒരു നാടകം അരങ്ങേറുന്നത്. 2 ദിവസം മുൻപ് ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യരും ദിലീപും ഒരുമിച്ച് പങ്കെടുത്തു എന്നൊരു വാർത്ത പുറത്തു വന്നു. അതിൽ അവർ കണ്ടോ കണ്ടില്ലയോ, സംസാരിച്ചോ സംസാരിച്ചില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ 2 ദിവസം അന്തരീക്ഷത്തിലുണ്ടായി. ഇന്നലെ മറ്റൊരു ചിത്രം പുറത്തു വന്നു. മഞ്ജു വാര്യർ ദിലീപിന് കൈ കൊടുത്തു, കൈ കൊടുത്തില്ല, ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും കുറച്ച് ഫോട്ടോസും പുറത്തുവിടുന്നു. ചിത്രത്തിൽ വളരെ കൃത്യമായി ഒരു കാര്യം കൂടി കാണാൻ പറ്റും. അതിനടുത്ത് തന്നെ ഒരു ക്യാമറയുണ്ട്. ഒന്നല്ല, നിരവധി ക്യാമറകളുണ്ട്. ഇങ്ങനെ ഒരു മഹാസംഭവം നടക്കുമ്പോൾ ആ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യമല്ലേ ആദ്യം പുറത്തു വരിക സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ട് ആ ചിത്രങ്ങൾ പുറത്തു വരാതെ ഏതോ ഒരു കോണിൽ നിന്നും പാപ്പരാസി പകർത്തിയത് എന്ന് തോന്നിക്കുന്ന ഒരു ചിത്രം പുറത്തു വരുന്നു? ഈ നാടകം വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മഞ്ജു വാര്യർ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. മഞ്ജു വാര്യർക്ക് തന്നോട് പ്രണയമായിരുന്നുവെന്നും അത് പറയാൻ പലതവണ ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ മഞ്ജു വാര്യർ പ്രതികരിക്കാതിരിക്കുന്നത് ചുറ്റുമുള്ളവരെ ഓർത്ത് ഭയപ്പെട്ടിട്ടാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇതിലൊരു വലിയ അപകടം കൂടിയുണ്ട്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അന്ന് ആ പ്രോഗ്രാമിൽ അവിടെ ഉണ്ടായിരുന്ന മഞ്ജു വാര്യർക്ക് വിശ്വസ്തരായ ഒരുപാട് ആളുകൾ പോയതിനു ശേഷം മഞ്ജു വാര്യർ മാത്രവും ദിലീപും അയാളുടെ കൂടെയുള്ള സംഘങ്ങളും ചേർന്നിട്ടുള്ള ഒരു നാടകമാണ്. അതിനകത്ത് ഒരു സ്ത്രീ പോലും ഇല്ല, നിറയെ പുരുഷന്മാരാണ്. സിനിമാ മേഖലയിൽ പോലും ഉള്ളവരാരുമില്ല. എത്ര ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ കാണുന്നവരെയാണ് അവരുടെ മുൻ ഭർത്താവിനെ. വളരെയധികം വൈരാഗ്യങ്ങളുണ്ട് എന്ന് കേസുകളിലൂടെയും വാർത്തകളിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരാളാണ്. ഒന്നല്ല, നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അതിലൊന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കേസാണ്. മറ്റൊന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കേസാണ്. വേറൊന്ന് മെമ്മറി കാർഡ് കോടതിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി എന്നുള്ളതിൽ സംശയം നേരിടുന്ന ആളാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ മഞ്ജു വാര്യരോട് വിരോധം പുലർത്തുന്ന ആളാണ്. അയാളെയാണ് അവർക്ക് വേണ്ടപ്പെട്ട ആരുമില്ലാതെ വളരെ സ്റ്റേജിലായിട്ടുള്ള നിലയിൽ അയാൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ മാത്രം ഉള്ളപ്പോൾ കൂടിക്കാണുന്നതായിട്ട് പ്രചരിക്കുന്നത്. എന്റെ പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിലുണ്ട്. ഒരു തരം അന്വേഷണവും നടക്കുന്നില്ല. ഇത്തരം നാടകങ്ങൾ കൊണ്ട് കേരളീയരെ മുഴുവനും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാഫിയ. ഇത് തിരിച്ചറിയണം. ഇതേപ്പറ്റി ശബ്ദമുയർത്തണം. കേരളീയർ ഇത്തരം മാഫിയ മാനിപ്പുലേഷനുകളിൽ വീണു പോകാൻ പാടുള്ളവരല്ല. പിന്നെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ലെന്ന് ജനങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. അതൊക്കെ കൊണ്ടാണ് ഇത്തരം ഒരു ന്യായീകരണവുമായിട്ട് അദ്ദേഹം വീണ്ടും വരുന്നത്. എന്തൊരു മാനസിക അവസ്ഥയാണല്ലേ അങ്ങേർക്ക്. നിരന്തരമായി ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിലൂടെ ശല്യം ചെയ്യുന്നത് ടോക്സിക് എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും. പിന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു തരം ഹാലൂസിനേഷനാണ്, അഥവാ ഒരു മതിഭ്രമമാണ്. സ്വന്തം സങ്കല്പ ലോകത്തിൽ ജീവിക്കുന്ന ഒരാളുടെ വെറും ജൽപ്പനകൾ മാത്രമായേ നമുക്കിതിനെ കാണാൻ കഴിയൂ. പിന്നെ സനൽകുമാറിന്റെ ഈ ഒരു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായിട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ആക്ടിവിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയിരുന്നു. മഞ്ജു വാര്യർ എന്ന 40 വയസ്സ് കഴിഞ്ഞ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന സാമ്പത്തികമായി സ്വതന്ത്രയായ ഒരു സ്ത്രീക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല എന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമായി തന്നെ അവിടെ പറഞ്ഞു. കുറെ നാളുകളെന്ന് വെച്ചാൽ കുറെ വർഷങ്ങളായിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മളത് കേൾക്കുന്നുണ്ട്. പലപ്പോഴും പലരും അതിനെ വളരെ ഇന്നൊക്കെ പറഞ്ഞിങ്ങനെ തള്ളിക്കളഞ്ഞുവെങ്കിലും ഇത് വളരെ അതിരുവിടുന്നോന്ന് എനിക്ക് ഈ ഇടക്കാലത്തായിട്ട് എനിക്ക് വളരെ സംശയം തോന്നി. മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ട്, ഇയാളുടെ ഉദ്ദേശം എന്താണ്, ഇയാളെ ആരെങ്കിലും വിലക്കെടുത്തിരിക്കുകയാണോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം ഒരു പെണ്ണിന്റെ വിജയം എന്ന് പറയുന്നത് ചിലപ്പോ ചില ആണുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു പെണ്ണ് വിജയിച്ചു എന്നിട്ട് നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ചില ആണുങ്ങൾക്ക് അതൊരു വല്ലാത്ത അസുഖമാണത്. അപ്പൊ ഇനി അതാണോ? ആദ്യമൊക്കെ ഞാൻ വേണ്ട, ഒന്നും മിണ്ടണ്ട, കാരണം മഞ്ജു വാര്യര് പോലും ഒന്നും മിണ്ടാതിരിക്കുന്നു, പിന്നെ ഞാൻ എന്തിനാ ഇപ്പൊ അതിനെതിരെ പ്രതികരിക്കുന്നത് എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് സിനിമയിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാരോടൊക്കെ അവർ പറഞ്ഞു, മഞ്ജുവിന് തന്നെ ഇതൊരു വലിയ, മഞ്ജുവിന്റെ ഒരു ബേസിക് നേച്ചർ അങ്ങനെയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ നമ്മൾ വളരെ ഗൗരവത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ പോലും മഞ്ജു അത് ചിരിച്ചുകൊണ്ട് അതൊന്നും സാരമില്ല ചേച്ചി, അതങ്ങനെ ആയിക്കോട്ടെ, സാരമില്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അവള്. സനൽകുമാറിന് മഞ്ജുവിനോടുള്ളത് ഒരു തരം ഭ്രാന്തമായുള്ള ഒബ്സഷൻ ആണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ മഞ്ജു
പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? മഞ്ജു വല്ല 12, 14, 15, 20, 22, 30 വയസ്സായ ഒരു സ്ത്രീയാണോ? അല്ലല്ലോ. മഞ്ജു 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയല്ലേ? അവർ സ്വന്തമായി തനിച്ച് ജീവിക്കുന്ന, എല്ലാവർക്കും വളരെ അഭിമാനം തോന്നുന്ന, സ്നേഹം തോന്നുന്ന ഒരു സ്ത്രീയല്ലേ അവര്? അവർക്കൊരു അപകടമുണ്ടെങ്കിൽ, അവർക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാൻ അവർക്ക് അറിയില്ലേ? അതിനുള്ള പക്വത അവർക്ക് വന്നിട്ടില്ലേ? ഇത്രയും രാജ്യങ്ങൾ തോറും സഞ്ചരിക്കുന്ന, ഇത്രയധികം സിനിമകൾ ചെയ്യുന്ന, ഇത്രയധികം സൗഹൃദവും ഇത്രയധികം സ്വാധീനവുമുള്ള മഞ്ജു വാര്യർക്ക് അറിയില്ലേ മഞ്ജു വാര്യർ ഒരു അപകടത്തിലാണെങ്കിൽ തന്നെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് അവൾക്ക് അറിയില്ലേ? അതിന് നിങ്ങൾ വേണം. നിങ്ങളോടൊപ്പം ഒരു സിനിമയിൽ പ്രവർത്തിച്ചപ്പോ അവർ സൗഹൃദപരമായി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി നിങ്ങൾ പറയുന്ന മാതിരി പ്രണയമായിരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുന്ന പോലെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു സുപ്രഭാതത്തില് അവർക്ക് നിങ്ങൾ ഇതാണ് നിങ്ങൾ, അതായത് അവളിപ്പോ നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, പിന്നെ നിങ്ങളുടെ ശല്യം കാരണം പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ നാടുനീളെ നടന്ന് അവളെ കുറിച്ച് മോശമായി ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതാണോ പ്രണയം? ഇതാണോ മിസ്റ്റർ സനൽകുമാർ ശശിധരൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രണയം? ഞാൻ ചോദിക്കട്ടെ, ഇതൊരു തരം ടോക്സിക് അല്ലേ? മഞ്ജുവിന്റെ മകളുടെ കാര്യം വരെ സനൽകുമാർ വലിച്ചിഴയ്ക്കുമ്പോൾ ആ ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ സ്വാധീനമുള്ള ഒരു അച്ഛനുണ്ടെന്നും അത് മറ്റാരും നോക്കേണ്ടതില്ലെന്നും അവർ തുറന്നടിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ മഞ്ജു എന്തോ വർക്ക് ചെയ്തു എന്ന് തോന്നുന്നു. എന്നിട്ട് പുള്ളി പറയുന്നത് മഞ്ജുവിന് പുള്ളിയോട് പ്രണയം ഉണ്ടായിരുന്നു, എന്നാൽ എനിക്കുണ്ടായിരുന്നു എന്നല്ല പുള്ളി പറയുന്നത്. മഞ്ജുവിന് പുള്ളിയോട് പ്രണയം ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ മഞ്ജു ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. പിന്നെ മഞ്ജു അപ്പൊ അതായത് ഇദ്ദേഹം വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, പിന്നെ ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോ മഞ്ജു എന്തോ അപകടത്തിലാണ്. മഞ്ജുവിനെ ആരൊക്കെയോ ചേർന്ന് അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. മഞ്ജുവിനെ മാത്രമല്ല, മഞ്ജുവിന്റെ മോളെയും കൂടി അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള മിസ്റ്റർ സനൽകുമാർ ശശിധരൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മഞ്ജുവിന്റെ മോളെ സംരക്ഷിക്കാൻ നല്ല തടിയൊക്കെ ഉള്ള, നല്ല സ്വാധീനമുള്ള ഒരു അച്ഛനുണ്ട്. ആ കുട്ടിയെ പൊന്നുപോലെ നോക്കുന്ന ഒരു അച്ഛനുണ്ട്. അതുകൊണ്ട് മഞ്ജുവിന്റെ മോൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ മഞ്ജുവിന്റെ മോളുടെ അച്ഛൻ നോക്കിക്കോളൂ. അതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യം നിങ്ങൾ അങ്ങ് വിട്ടേക്ക്. അതിനോടൊപ്പം ഭാഗ്യലക്ഷ്മി പങ്കുവച്ച വ്യക്തിപരമായ അനുഭവം മഞ്ജു വാര്യർ എന്ന വ്യക്തിയോടുള്ള ലാളിത്യവും സ്വാതന്ത്ര്യവും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മഞ്ജു ഒരു അപകടത്തിലും അല്ല, മഞ്ജുവിനെ ആരും ഇവിടെ കെട്ടിക്കൂട്ടി വെച്ചിട്ടില്ല. പിന്നെ ഈവൻ ഇപ്പൊ എനിക്ക് ഒരു ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി എത്രയോ, ഞങ്ങൾ ഒന്നിച്ച് അധികം അങ്ങനെ ഒരു വീട്ടിൽ ജീവിച്ചിട്ടില്ല സത്യത്തിൽ, കുഞ്ഞുനാൾ മുതൽ. അപ്പോ ചേച്ചി എൻ്റെ അടുത്ത് ഇപ്പൊ ഒരു 3 കൊല്ലം മുമ്പാണ് തോന്നുന്നു, അല്ല 2 കൊല്ലം മുമ്പ് ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് വരികയാണ്, കുറച്ച് ദിവസം നിന്നോടൊപ്പം ഉണ്ടാവും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്തൊക്കെയാണ് ആഗ്രഹം? അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്, എനിക്കൊന്നുമില്ല, നമ്മൾ ഒരിക്കലും ഒന്നിച്ചൊരു വീട്ടിൽ കഴിഞ്ഞിട്ടില്ലല്ലോ, നമുക്കിരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കാം, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവാം എന്നൊക്കെ പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എൻ്റെ ചേച്ചി പറഞ്ഞാൽ എന്താണെന്നറിയോ, ഗുരുവായൂർ അമ്പലത്തിലൊന്ന് പോകണം, അത് കഴിഞ്ഞ് മഞ്ജു വാര്യരെ കാണണം. എനിക്ക് ചിരി വന്നേ. ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഞാനത് മഞ്ജുവിനെ അറിയിച്ചു. മഞ്ജു ചേച്ചി പറഞ്ഞ് 2 ആഗ്രഹമാണ്, ഒന്ന് ഗുരുവായൂരപ്പനെ കാണും, പിന്നെ ഒന്ന് മഞ്ജു വാര്യരെ കാണും. അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല തോന്നുന്നു. ഞാൻ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു. ഞാൻ ഈ പറയുന്നത് തമാശ. എൻ്റെ ചേച്ചി ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ, എന്നാലും നീ എന്നെ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ കൂടെ ഇങ്ങനെ പറഞ്ഞില്ലേ, അത് പിണങ്ങുമായിരിക്കാം. പക്ഷെ ആ ചേച്ചിക്ക് പിണങ്ങാനും അറിയില്ല കേട്ടോ. അതിന് എന്തെങ്കിലും സങ്കടം വന്നൊക്കെ അറിയാൻ മാത്രമേ അറിയൂ, അല്ലാതെ വഴക്ക് കൂടാനോ പിണങ്ങാനോ ഒന്നും അറിയാത്തൊരു ചേച്ചിയാണ്. ആ സ്വാതന്ത്ര്യത്തിലായി പറയുന്നത്. അപ്പൊ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഞാനത് മഞ്ജുവിനെ വിവരം അറിയിച്ചു. അപ്പൊ പിന്നെ ഞാൻ ഗുരുവായൂർ പോയിട്ട് തിരിച്ച് എറണാകുളത്ത് വരിക. അപ്പം ഞാൻ മഞ്ജുവിനെ വിളിച്ചപ്പോൾ മഞ്ജു പറഞ്ഞു, ചേച്ചി ഞാൻ ബോംബെയിലാണ്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഓ ചേച്ചി പാവം, അവള് ബോംബെയിൽ എന്ത് വർക്കിലാണ്, ആക്ട് ഫിലിം എന്തോ ചെയ്യാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയെ കാണാൻ വേണ്ടി ഇങ്ങനെ എറണാകുളത്തേക്ക് വരിക എന്ന് പറയുന്നത് അത് നമ്മൾ മോശമല്ലേ അങ്ങനെ ആവശ്യപ്പെടുന്ന.
എന്ന് പറഞ്ഞു. ചേച്ചി ശരി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചേച്ചിയെ കൊണ്ട് എറണാകുളത്ത് വന്നപ്പോൾ മഞ്ജു എറണാകുളത്ത് വന്നു. ചേച്ചി ഇപ്പം എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാനും ചേച്ചിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ എന്താ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു, ഒരു കഫേയിൽ. മഞ്ജു അവിടെ വന്നു. അവിടെ വന്ന് ഞങ്ങളുമായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ചേച്ചിയോടൊപ്പം ഇരുന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അന്ന് പോയത്. ആരുമില്ലായിരുന്നു മഞ്ജുവിൻ്റെ കൂടെ. ഒരു ഏതോ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഡ്രൈവർ മഞ്ജുവിനെ ഇറക്കി വിട്ടിട്ട് അയാൾ എവിടെയോ പോയി. പിന്നെ ഇറങ്ങാതെ ഇപ്പം ഞാൻ എന്താ ഇറങ്ങി എന്ന് പറയുമ്പോഴാണ് അയാൾ വന്ന് മഞ്ജുവിനെ പിക്ക് ചെയ്യുന്നത്. അത്രയും ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയെയാണ് മഞ്ജുവിന് പിന്നിൽ ആരോ നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. മഞ്ജുവിന്റെ മാനേജറാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കും മഞ്ജുവിനോട് കഥ പറയാൻ ഒരു ഡേറ്റ് തരുമോ? പിന്നെ ഞാൻ എന്താ മഞ്ജുവിന്റെ മാനേജറോ? അപ്പോൾ ഞാൻ ഈ മാനേജറുടെ നമ്പറാണ് കൊടുക്കുന്നത്. കാരണം അവർക്ക് അങ്ങനെ ഒഫീഷ്യൽ കാര്യങ്ങൾ അങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. ഏത് മാഫിയാണ് അവരെ നിയന്ത്രിക്കുന്നതെന്ന് അവർ അവിടെ ചോദിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സനൽകുമാറിന്റെ വാദങ്ങളെല്ലാം പൊള്ളയാണെന്ന്. പിന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ദിലീപും മഞ്ജു വാര്യറും തമ്മിലുള്ള ആ ഒരു ഷേക്കേന്റെ വെറും ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കാം. കാലം വരുത്തിയ മാറ്റങ്ങളും പക്വതയും വന്ന രണ്ട് വ്യക്തികൾ പൊതുവേദിയിൽ വെച്ച് കാണിക്കുന്ന ഒരു സാമാന്യ മര്യാദയാണ് അവിടെ സംഭവിച്ചത്. അതിന് അനാവശ്യമായ ദുരൂഹതകളും ആരോപണങ്ങളും ഇല്ലാത്ത കഥകൾ മെനയുന്നതും നമ്മുടെ സമൂഹത്തിന്റെ പക്വതയില്ലാത്ത മെന്റാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. മഞ്ജു വാര്യർ ഇന്ന് സ്വതന്ത്രയാണ്, ശക്തയാണ്, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തി ഉള്ളവളാണ്. പഴയകാലത്തെ മുറിവുകൾ കാലം ഉണക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പരസ്പര വിദ്വേഷം മറന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുമെങ്കിൽ അത് തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. അതുവഴി അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന പ്രവണത നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഓരോ മനുഷ്യർക്കും അവരുടേതായ ഇടവും സ്വാതന്ത്ര്യവുമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യത്തെ മാനിക്കാൻ നമുക്ക് കഴിയണം. സത്യങ്ങൾ എപ്പോഴും നിലനിൽക്കുകയും കെട്ടുകഥകൾ മാഞ്ഞു പോവുകയുമാണ് ചരിത്രം. അവരുടെ ഈ ഒരു വിഷയത്തിൽ ഇനിയെങ്കിലും അനാവശ്യ വിവാദങ്ങൾ ഒഴിവാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.